അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മുടെ ലഞ്ച് ബോക്സ് അങ്ങ് നോക്കിയാലോ? എൻ്റെ വീഡിയോ ഒരുപാട് നല്ല ആൾക്കാർ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചൂട് ചോറ് വാഴയിലക്കകത്തോട്ട് അങ്ങ് വെച്ച്, രാവിലെ പുളിശ്ശേരിയായിരുന്നു വെച്ചത് കേട്ടോ. മീൻകറി വെച്ചില്ല. മെനഞ്ഞാന്ന് ചൂരക്കറി വെച്ചത് ഉണ്ട്, അത് ഇന്ന് വെച്ചില്ല. അപ്പം ഞാൻ വെച്ച് പുളിശ്ശേരിയൊക്കെ കൊടുത്തങ്ങ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഭയങ്കര മഴയുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നെത്തോലി മേടിച്ചായിരുന്നു. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു പന്നലായിരിക്കുമെന്ന് വിചാരിച്ച്, അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ. പക്ഷേ വറുത്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കാത്തോരനാണ് ഇത്, കറിക്കായ കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കിട്ടുന്ന ഞാൻ മേടിച്ച് പെട്ടെന്ന് തോരൻ വെക്കാൻ പറ്റും കേട്ടോ. രാവിലെ സ്കൂളിലൊക്കെ മക്കൾക്ക് പോകണമെങ്കിൽ ചടപടേന്ന് വെക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. കാരണം അത് കടു വറുത്ത് അതിനകത്തോട്ട് അരപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, വെള്ളം ഒന്നും വേണ്ട, ഒരു തുള്ളി അരപ്പിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്, നല്ല പെട്ടെന്ന് വേവുകയും ചെയ്യും. നമുക്ക് അധികം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്ന് മെനക്കെടണ്ട. പിന്നെ അടുത്ത ലച്ചുമോൻ്റെ ലഞ്ചാണേ. അവിടെ പാത്രത്തിലൂടെ ഞാൻ ആ ചോറിൻ്റെ പുറത്ത് ശകല ഉപ്പ് തൂവിയതാണ്. നമ്മൾ ചോറിന് ഉപ്പിടത്തില്ലല്ലോ. അപ്പം മോന് വേണ്ട, പക്ഷെ എനിക്കും അവൾക്ക് ശകല ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഉപ്പും ശകലം ഇട്ടിട്ട് കാത്തോരനും വെച്ച്, അവൾക്ക് നെത്തോലി വറുത്തത് വെച്ച്, നെത്തോലി വറുത്തത് ഇഷ്ടം, അതുകൊണ്ട് നെത്തോലി വറുത്തതും വെച്ച്. ഈ പാത്രം ഇച്ചിരി മെനക്കേട് അടയ്ക്കാൻ. പുളിശ്ശേരി അവൾക്ക് ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു. നാളെ കാണാം.